കിളിപോയി കിളിപോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യണത് ആദ്യമായിട്ടാണ് കേട്ടോ. അത്രയ്ക്കൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. സംഭവമൊന്നുമില്ല, നമ്മുടെ ചെമ്മീൻ തന്നെയാണ്. ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീനും നമ്മുടെ കാന്താരിയും വെച്ചിട്ട് കാന്താരി പെപ്പർ പ്രോൺസ് ആണ് ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. മീൻചട്ടി അടുപ്പത്തേക്ക് വെക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക, സവോള ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക, ഇഞ്ചി നുറുക്കി ചേർത്ത് കൊടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കാന്താരി ചേർത്ത് കൊടുക്കുക. കാന്താരി നിങ്ങൾക്ക് എന്തുമാത്രം കഴിക്കാൻ പറ്റും അത്രയും ചേർത്ത് കൊടുത്തോ. പക്ഷേ ഇത് പൊട്ടിക്കരുത് കാന്താരി കേട്ടോ, പൊട്ടിക്കാതെ തന്നെ അതിനകത്ത് കാണണം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൂട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഉള്ളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് ഒരുപാട് ചേർക്കത്ത്, കാന്താരിക്ക് നല്ല എരിവുള്ളതാണെന്ന് ഓർമ്മ വേണം. എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചങ്ങനെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ചെമ്മീൻ ഒരുപാട് വെന്ത് പോവുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് ആദ്യം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നിങ്ങനെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് ഈ ഒരു പാകത്തിന് കിട്ടും. അപ്പോഴേക്കും ഇതിനകത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചൊരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ തേങ്ങയുടെ 1 പാൽ ചേർത്ത് കൊടുത്ത് കുറച്ച് ടൊമാറ്റോ എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതിൻ്റെ മേലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെമ്മീൻ ഒരു കാരണവശാലും ഒരുപാട് വേവിക്കരുത് കേട്ടോ. ഒരുപാട് വെന്ത് പോയാൽ ആ ജ്യൂസിനെസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറും, ആ ചെമ്മീൻ്റെ ടേസ്റ്റ് മാറും, ഒക്കെ മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ അതായത് ടൊമാറ്റോ കഴിക്കുമ്പോഴും നമ്മുടെ കാന്താരി കഴിക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാലും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ കുറേ അധികം ഞാൻ ചെറിയ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ, ബൈ.